ഓണം വരുമ്പോൾ വീട്ടിലെ ഓരോ കോണിലും ഒരു പ്രത്യേക സന്തോഷമാണ്. പൂക്കളമൊരുക്കിയും ഓണസദ്യ ഒരുക്കിയും എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോഴാണ് ആ ഓണം പൂർണ്ണമാകുന്നത്. ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ഓണവിശേഷങ്ങളിലേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വരൂ, നമുക്ക് ഒരുമിച്ച് ഓണം ആഘോഷിക്കാം. ഞങ്ങളെല്ലാവരും ഒത്തുചേർന്നാണ് പൂവൊക്കെ ഒരുക്കിയത്. മക്കളൊക്കെ നല്ലപോലെ പൂവൊക്കെ വൃത്തിയാക്കാനൊക്കെ കൂടി കേട്ടോ. From the number one dermatologist recommended skincare brand, La Roche-Posay brings the new advanced antibiotics protocol with a multi-patented and award-winning medicine. It intercepts excess melanin before it even marks the skin, faster and stronger on hyperpigmentation for a better correction. La Roche-Posay. മഞ്ഞുണ്ട്, ഓറഞ്ചുണ്ട്, ഒക്കെയുണ്ട്. എങ്ങും തുറന്നിടാൻ സ്ഥലമില്ലേ? ആ, അത് കുക്കറിലുണ്ട്. പച്ചടി ഫ്രിഡ്ജില് അപ്പത്തിന് മാവൊന്ന് കറക്കിയേ. നിങ്ങൾ ഉച്ചക്കേക്ക് സാധനം മാത്രമേ ആക്കുന്നുള്ളൂ, രാവിലെ തിന്നണ്ടാ? ഇപ്പം വെളുക്കുമാർ വന്നിട്ട് നെഗറ്റീവ് പറയാൻ വരും. ക്യാമറയിൽ കാണുന്നുണ്ടാവല്ലോ.
അങ്ങനെ എൻ്റെ പൂക്കളം പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. ലാസ്റ്റത്തെ ചൊറയാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ പൂക്കൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. രാവിലെ ഒരു 6 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഈ പൂവിടാൻ. 9 മണിയായി കാണും ഞാൻ പൂവിട്ട് കഴിയുമ്പോൾ. അത്രയും ടൈം എടുത്ത് ചെയ്തതാണിത്. ഞാൻ പൂവിടുന്നതിന് മുന്നേ പൂക്കളമൊന്നും വരക്കാറൊന്നുമില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്ന ഐഡിയക്ക് ഞാനങ്ങ് ഇട്ട് തുടങ്ങുന്നു എന്ന് മാത്രം. അങ്ങനെ ഇട്ട് സെറ്റാക്കി വന്നതാണിത്. മക്കൾ എണീക്കുന്നതിന് മുന്നേ തുടങ്ങിയതാണ്. കഴിയുമ്പോഴേക്കും മക്കൾ എണീറ്റു. എന്നാലും അവരെ കൂട്ടാത്തൊരു പരിഭവം ഉണ്ടായിരുന്നു. അവർ പൂക്കളൊന്നും വൃത്തികേടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ പൂവിട്ടതും അത് വൈകുന്നേരം വരെയും അതങ്ങനെ തന്നെ അവർ നശിപ്പിക്കാണ്ട് വെച്ചു. 2 ദിവസം ഞാൻ പൂവ് അതുപോലെ വെച്ചിട്ടാണ് പൂ കളയും ചെയ്തത്. ഞങ്ങളുടെ വീട്ടിലെ ജൂഡോ അവിടെ ചവിട്ടി ഉണ്ടായിരുന്നപ്പോൾ ചവിട്ടീൻ്റെ മേലെ അയച്ചു വിട്ടപാട് വന്ന് കിടന്നുരുളുമായിരുന്നു. പക്ഷേ ഇന്ന് ആ പൂവ് അവിടെ ഇരുന്നപ്പം അവൻ അതിൻ്റെ അടുത്ത് വന്ന് ഇരുന്നതേ ഉള്ളൂ. ആ പൂവിൽ അവൻ്റെ കൈ കൊണ്ടൊന്ന് തൊട്ടിട്ട് പോലുമില്ല. അവൻ നശിപ്പിച്ചിട്ടൊന്നുമില്ല. പൂക്കളൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് പൂവ് മുറ്റത്ത് കൂടി ഇടണം. അതിനുശേഷം പോയി ചായയൊക്കെ കുടിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ഉച്ചക്കത്തെ ഓണസദ്യ കഴിക്കുന്ന വീഡിയോസ് കാണിച്ചു തരാം. ഉച്ചക്ക് കസിൻസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്നിട്ട് ഒന്നിച്ചായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചത്. അമ്മമാർ 2 പേരും കൂടെ രാവിലെ എണീറ്റ് സദ്യക്ക് വേണ്ടതെല്ലാം നേരത്തെ റെഡിയാക്കിയിരുന്നു. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആകുന്നതോടൊപ്പം തന്നെ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ. അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. ഓണസദ്യ നല്ല അടിപൊളിയായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അച്ഛനും കൊച്ചച്ഛനും മക്കളുമാണ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുള്ളത്. അവർക്കൊക്കെ ആദ്യം നമ്മൾ വിളമ്പി കൊടുത്തു. ഞങ്ങൾ പെട്ടെന്ന് സദ്യയ്ക്ക് വിളമ്പി എല്ലാവർക്കും കൊടുക്കട്ടെ. ഓണത്തിന് ഏട്ടൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓർ വരുമ്പോൾ കരിമീനും കൊണ്ടായിരുന്നു വന്നത്. അതിനി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നത് കൊണ്ട് മീൻ എടുത്തില്ല. നമ്മൾ മീൻ നേരെ ഫ്രീസറിലേക്ക് കൊണ്ടുവച്ചു. അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അവർ ഇരിക്കുന്നില്ലായിരുന്നു. ഒരു പുതിയ പടവും കണ്ടുകൊണ്ട് അവരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമുക്കൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് നിർബന്ധിച്ച് അവരെയും കൂടി അവിടെ ഇരുത്തിച്ചു. ആ ചോറ് മുഴുവൻ തിന്നാതെ അവിടെ ഏറ്റവും പറഞ്ഞില്ല. കൊച്ചുവരെ കറി തന്നെ കിട്ടാൻ പോലെ കറി കൂട്ടില്ല.
മാറ്റിക്കേണ്ടി വരും. നിന്റെ വയസ്സ് നീ ചോറ് എടുത്തല്ലേ വയസ്സോ വയസ്സിന് ചോറ് വെച്ചിട്ട് കേട്ടോ അങ്ങനെ വെക്കാം. എടി അച്ഛന് കുറച്ച് ചോറ് ഇവിടെ ചോറ് പാത്രം കൊണ്ടുപോയാ ആ വേണ്ടേ എടാ ഇച്ചിരി മോരടിച്ച് വിട്ടാൽ ചോറ് വേണ്ടേ? ഇല്ല അതിന് ലാസ്റ്റ് ചോറ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മോര് അത് ലാസ്റ്റ് അല്ല അതല്ലേ വെച്ചേക്കുന്നത് സമ്പാരം പോലെയാണ് ചെറിയ ക്ലാസ് ചോറിലേക്കണം അവനെ. ഓണസദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പൂവിൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തത്. ഞങ്ങളുടെ ഇക്കൊല്ലത്തെ ഓണാഘോഷം ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞത്. വൈകുന്നേരം ആയപ്പോൾ വിളക്ക് വെച്ചതാണ്. പൂവിൻ്റെ നടുക്കാണ് ഇന്ന് വിളക്ക് വെച്ചത്. അത് കാണാൻ തന്നെ നല്ല മനോഹരമായിരുന്നു. എല്ലാവരും കൂടെ ഇരുന്ന് സന്ധ്യനാമൊക്കെ ജപിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഈ ഓണ ദിവസവും ഒരുപാട് സന്തോഷങ്ങളും നല്ല നിമിഷങ്ങളും സമ്മാനിച്ച് കടന്നു പോവുകയാണ്. ഈ വീഡിയോയിൽ ഞങ്ങളോടൊപ്പം ഓണം ആഘോഷിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള കുടുംബവിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളുമായി വീണ്ടും കാണാം.